ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ 3rd ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ 71 കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ 5th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി 4th വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ 5th ക്വസ്റ്റ്യനും 4th ക്വസ്റ്റ്യനും എന്താ ഡിഫറൻസ്? 4th ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ nth ടേമുകൾ തന്നിട്ട് n ടേംസിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞു അല്ലേ. ഇവിടെ നമുക്ക് ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ് തന്നിരിക്കണേ. കണ്ടോ, നമുക്ക് എന്ത് കണ്ടുപിടിച്ചു കൊടുക്കണം? nth ടേമുകൾ an+b എന്ന ഫോമിലുള്ള nth ടേമുകളാണ് കണ്ടുപിടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ സമ്മാണ് നമുക്ക് തന്നിരിക്കുന്നത്, nth ടേം കാണണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സമ്മ് എന്ന് പറയുന്നത് n² + 2n ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? n = 1 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? n = 1 കൊടുക്കുമ്പോൾ ഇത് സമ്മിൻ്റെ ഫോമാണ് അല്ലേ. അപ്പോൾ നമുക്ക് n = 1 എന്ന് പറയുമ്പോൾ x1 ഫസ്റ്റ് ടേം ആണ് നമുക്ക് കിട്ടുക അല്ലേ. ആദ്യത്തെ ടേമിൻ്റെ സമ്മ്, അതായത് ആദ്യത്തെ ടേം അല്ലേ. അപ്പോൾ n = 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ n = 1 കൊടുത്തപ്പോൾ 1² + 2 × 1. n എവിടെയുണ്ടോ അവിടെ എല്ലാം നമ്മൾ 1 എന്ന് കൊടുത്തു. അപ്പോൾ 1² 1 + 2 × 1 എത്രയാ? 3. അപ്പോൾ 1 + 3 4. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എന്ത് കിട്ടി? 4 എന്ന് കിട്ടി അല്ല. 2 × 1 2 ആണ്. സോറി 2 × 1 2. അപ്പോൾ 1 + 2 3. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം 3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? n = 2 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 2² + 2 × 2. അപ്പോൾ 2² എത്രയാണ്? 4. 2 × 2 4. അപ്പോൾ 4 + 4 8. അപ്പോൾ n = 2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് 2 ടേംസ്, അതായത് x1 ഉം x2. നമ്മൾ ആദ്യത്തെ ടേം x1 ഉം സെക്കൻഡ് ടേം x2 ആണെങ്കിൽ x1 + x2 ആണ് ഇതിലെന്ത് 8 എന്ന് പറയുന്നത്. പക്ഷെ ഓൾറെഡി നമുക്കറിയാം x1 എത്രയാണ്? 3 ആണെന്ന്. അപ്പോൾ x2 നമുക്കിവിടെ എന്ത് കിട്ടും? 8 - x1 അല്ലേ. അതായത് 8 - x1 എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? 3. അപ്പോൾ നമുക്ക് 8 - 3 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ x2 = 5 എന്നും കിട്ടി, x1 = 3 എന്നും കിട്ടി. അപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. n = 1 കൊടുക്കുമ്പോൾ x1, അതായത് ഫസ്റ്റ് ടേം. n = 2 കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ ഫസ്റ്റ് ടേം ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ഒന്ന് എഴുതി നോക്കാമല്ലോ. ഫസ്റ്റ് ടേം 3, സെക്കൻഡ് ടേം എന്താണ്? 5. അതായത് ഇവിടെ എത്ര വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്? 2 അല്ലേ. അപ്പോൾ 3 5 7 എന്ന് പറഞ്ഞിട്ട് ബാക്കി ടേമുകൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 2 ടേം കിട്ടിയാൽ തന്നെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസും കോമൺ ഡിഫറൻസും ഒക്കെ എഴുതാൻ പറ്റൂ അല്ലേ. ഇനി നമുക്ക് nth ടേം കണ്ടുപിടിക്കണം, അതായത് നമ്മുടെ an+b. അതിന് നമ്മുടെ ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് d = സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 5 - 3 = 2. ഇനി നമ്മുടെ ഫോം എന്താണ്? ആ ഫോം xn = എന്തായിരുന്നു? dn + f - d. d എന്ന് പറയുമ്പോൾ 2. 2n + f എത്രയാണ്? 3. 3 - 2. അതായത് 2n + 3 - 2 എത്രയാണ്? 1. അപ്പോൾ 2n + 1 ആണ് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എന്ത് nth ടേം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് 2n² + n ആണ് തന്നിരിക്കുന്നത്. 2n² + n. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ എന്തെഴുതണം? n = 1 കൊടുക്കാം. n = 1. അപ്പോൾ നമുക്ക് x1 കിട്ടും. 2 × 1² + n സ്ഥാനത്ത് 1. 1² 1 ആണ്. 2 × 1 2. അപ്പോൾ 2 + 1 3. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി നമുക്ക് n = 2 കൊടുക്കാം. അപ്പോൾ 2 × 2² + n സ്ഥാനത്ത് 2. 2² എത്രയാണ്? 4. 4 × 2 8. 8 + 2 10.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 പ്ലസ് x2 ആണ് ഇപ്പോൾ നമുക്ക് n ഈക്വൽ ടു 2 കൊടുത്തപ്പോൾ കിട്ടിയത്. x1 പ്ലസ് x2 is equal to 10. Therefore x2 is equal to എന്താണ്? x2 വരുമ്പോൾ എന്തായി? x2 is equal to 10 മൈനസ് x1. 10 മൈനസ് x1. x1 എന്ന് പറയുന്നത് എന്തായിരുന്നു? 3. അപ്പോൾ x2 is equal to 10 മൈനസ് 3 7 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ടേം എഴുതിയ x1 is equal to എന്താണ്? 3 ആണ് അല്ലേ? x2 is equal to 7 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 7. അപ്പോൾ ഇവിടെ എത്ര ആഡ് ചെയ്ത് പോയിരിക്കണേ? 4 ആണ് അല്ലേ? 3 പ്ലസ് 4 7. 7 പ്ലസ് 4 11. അങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് പോയിരിക്കണത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ത് വരും? 3. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് nth ടേം എഴുതാം. xn is equal to ഫോർമുല എഴുതുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഇനി ഫോർമുല റിപ്പീറ്റ് ചെയ്യുന്നില്ല. dn d എന്ന് പറയുന്നത് 4n പ്ലസ് f മൈനസ് t, അതായത് 3 മൈനസ് 4, അതായത് 4n 3 മൈനസ് 4 എത്രയാണ്? 1. അപ്പോൾ 4 മൈനസ് 1 ആണ് നമ്മുടെ എന്ത്? ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ nth ടേം എന്താന്നുള്ളത്. ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെ തേർഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ തേർഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ എന്താണ്? n സ്ക്വയർ മൈനസ് 2n ആണ്. n സ്ക്വയർ മൈനസ് 2n. ഇതേപോലെ തന്നെ നമ്മൾ n is equal to 1 കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുക x1 ആണ്. x1 is equal to 1 കൊടുത്തേ. 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1. വളരെ ഈസി ആയിട്ടുള്ളതാ. 1 സ്ക്വയർ 1 ആണ്. മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് മൈനസ് 2. അപ്പോൾ 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ മൈനസ് 1. ഇൻറ്റിജർ ഒന്നും തെറ്റിക്കരുത്, പോയിട്ട് 1 എന്നൊന്നും എഴുതരുത്. ഇനി നമുക്ക് n is equal to 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? x1 പ്ലസ് x2 ആണ്. അതെത്രയാണ്? 2 കൊടുക്കാം. 2 ഇൻറ്റു സ്ക്വയർ 4 മൈനസ് 2 ഇൻറ്റു 2 4. അപ്പോൾ 4 മൈനസ് 4 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് x2 എന്ത് കിട്ടും? x2 എന്ന് പറയുന്നത് 0 മൈനസ് x1, അതായത് 0 മൈനസ് മൈനസ് 1. അപ്പോൾ എന്തായി? ഈ 2 മൈനസും കൂടി ആകുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പോൾ 0 പ്ലസ് 1, അതായത് 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സീക്വൻസിലെ x1 0 ആണ്. x2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അല്ല, x1 എന്ന് പറയുന്നത് മൈനസ് 1 ആണ് കേട്ടോ, 0 അല്ല, മൈനസ് 1. അപ്പോൾ മൈനസ് 1 1. അപ്പോൾ എത്ര അവിടെ ആഡ് ചെയ്ത് പോയിരിക്കണേ? 2 ആണ് അവിടെ ആഡ് ചെയ്ത് പോയിരിക്കണേ അല്ലേ? അപ്പോൾ 1 പ്ലസ് 2 3, 3 പ്ലസ് 2 5. അങ്ങനെയാണ് നമ്മുടെ എന്ത് പോകുന്നത്? നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് പോകുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാം? f is equal to ഫസ്റ്റ് ടേം മൈനസ് 1. കോമൺ ഡിഫറൻസ് എത്രയാണ് പറഞ്ഞത്? 2. അറിയില്ലെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താലും മതി കേട്ടോ. ഇനി നമ്മുടെ xn is equal to എന്താണ്? dn. d എന്ന് പറയുന്നത് 2n പ്ലസ് f മൈനസ് d, അതായത് മൈനസ് 1 മൈനസ് 2, അതായത് 2n മൈനസ് 1 മൈനസ് 2 എത്രയാണ്? മൈനസ് 3. അപ്പോൾ 2n മൈനസ് 3 ആണ് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എന്താണ്? അരിത്തമെറ്റിക് nth ടേം എന്ന് പറയുന്നത്. എല്ലാം വളരെ ഈസിയാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഒരു ഫോർമാറ്റിൽ ചെയ്യുക. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 2n സ്ക്വയർ മൈനസ് n. ഇതാണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ n is equal to 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് x1 കിട്ടും. എന്താണ്? 2 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ എത്രയാ? 1. 1 ഇൻറ്റു 2 2 മൈനസ് n is equal to 1 കൊടുത്തപ്പോൾ 1. 2 മൈനസ് 1 1. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? n is equal to 2 കൊടുക്കാം. n is equal to 2. അപ്പോൾ നമുക്ക് കിട്ടണത് x1 പ്ലസ് x2 ആണ്. 2 കൊടുത്തേ. 2 ഇൻറ്റു 2 സ്ക്വയർ. ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് കൊടുക്കാൻ പോവാണേ. 2 സ്ക്വയർ 4, 4 2s are 8 മൈനസ് 2. അപ്പോൾ 8 മൈനസ് 2 6 എന്ന് കിട്ടി. ഇനി നമ്മുടെ x2 എന്ത് വരും? അപ്പോൾ x1 പ്ലസ് x2 ആണ് 6. അപ്പോൾ x2 എന്ന് പറയുമ്പോൾ 6ൽ നിന്ന് x1 മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 6 മൈനസ് x1 എന്ത് കിട്ടി? 1. അപ്പോൾ 6 മൈനസ് 1 5. അപ്പോൾ 5 ആണ് നമ്മുടെ സെക്കൻഡ് ടേം. അപ്പോൾ നമ്മൾ സീക്വൻസ് എഴുതുകയാണ്. ഫസ്റ്റ് ടേം 1,
സെക്കൻഡ് ടേം 5. അപ്പൊ നോക്കിയേ എത്ര അവിടെ ആഡ് ചെയ്ത് പോയത്? 4 ആണ് അവിടെ ആഡ് ചെയ്ത് പോയിരിക്കണേ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ടേം എന്ത് കിട്ടും? 9. അങ്ങനെയാണ് കിട്ടുക. അപ്പൊ ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് 4 ആണെന്ന് കിട്ടി. ഇതിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ xn is equal to dn, അതായത് 4n പ്ലസ് എഫ് മൈനസ് ടി. അപ്പോൾ 1 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4n. 1 മൈനസ് 4 എത്രയാണ്? -3. അപ്പോൾ 4n മൈനസ് 3 ആണ് നമ്മുടെ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ? അത്രയധികം ബുദ്ധിമുട്ടില്ലാത്ത കാരണമാണ് ഞാൻ പിന്നെ വേഗം പോകുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിൽ, നമ്മുടെ 5th ക്വസ്റ്റ്യൻ. അതിൽ തന്നിരിക്കുന്ന സമ്മുകളുടെ ഫസ്റ്റ് n ടേംസിന്റെ സം എന്ന് പറയുന്നത് n² മൈനസ് n ആണ്. അപ്പോൾ ആദ്യം നമ്മൾ n is equal to 1 കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് x1 ആണ്. അപ്പോൾ 1² മൈനസ് 1, 1ന്റെ സ്ക്വയർ 1 ആണ്, -1, അതായത് 1 മൈനസ് 1 0 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം 0. ഇനി നമ്മൾ കൊടുക്കാൻ പോണത് n is equal to 2. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഫസ്റ്റ് 2 ടേംസിന്റെ സമ്മാണ്, അതായത് x1 പ്ലസ് x2. അപ്പോൾ 2 കൊടുക്കുമ്പോൾ എന്ത് വരും? എന്നിന്റെ സ്ഥാനത്ത് 2² മൈനസ് 2, 2ന്റെ സ്ക്വയർ 4 മൈനസ് 2, 4 മൈനസ് 2 2. അപ്പോൾ നമുക്ക് x1 പ്ലസ് x2 ആണ് 2 കിട്ടിയത്. അപ്പോൾ x2 എന്താവും? 2 മൈനസ് x1 അല്ലേ? x1 പ്ലസ് x2ൽ നിന്ന് നമുക്ക് x2 മാത്രം കിട്ടണമെങ്കിൽ അതിൽ നിന്ന് x1 മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 2 മൈനസ് x1 0 ആയിരുന്നു. അപ്പോൾ 2 മൈനസ് 0 2. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം 0യും സെക്കൻഡ് ടേം എന്താണ്? 2 ആണ്. അപ്പോൾ 2 ആണ് ഇവിടെ ആഡ് ചെയ്ത് പോയിരിക്കണേ. അപ്പോൾ 2 4 6 8 അങ്ങനെ പോകും നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം ഇതിൽ എന്താ കിട്ടിയത്? 0. പിന്നെ നമ്മുടെ കോമൺ ഡിഫറൻസ് 2. ഇത് വെച്ചിട്ട് നമുക്ക് xn എഴുതാം. xn is equal to dn പ്ലസ് എഫ് മൈനസ് ഡി. ഓരോ പ്രാവശ്യം നിങ്ങൾ ഫോർമുല എഴുതണം കേട്ടോ. ഡി എന്ന് പറയുന്നത് 2, 2n പ്ലസ് എഫ് എന്ന് പറയുന്നത് 0 മൈനസ് ഡി എന്ന് പറയുന്നത് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് 0 മൈനസ് 2 എന്താണ്? -2. അപ്പോൾ നമുക്ക് 2n മൈനസ് 2 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഈ ലാസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായാലും നമ്മൾ എങ്ങനെ ചെയ്തതെന്ന്? ആദ്യം n is equal to 1 കൊടുക്കുക. സമ്മിന്റെ ഫോമിലെ നമ്മൾ n equal to 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. n is equal to 2 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് 2 ടേംസിന്റെ സമ്മാണ്, അതായത് x1 പ്ലസ് x2. അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ആ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും വെച്ചിട്ട് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതി. അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടേം എഴുതുക, കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിയല്ലോ, അത് വെച്ചിട്ട് നമ്മുടെ nth ടേമിന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് nth ടേം കിട്ടും. വളരെ ഈസിയാണ്, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് നമ്മുടെ ഈ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ആ സമ്മിന്റെയും nth ടേമിന്റെ ഒക്കെ ഫോർമുല ഒന്ന് പഠിച്ചാൽ മതി, അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.